Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയിൽ പാർട്ടികളും നേതാക്കളും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നതാണ് നേരത്തെ തന്നെ കളത്തിലിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ആശങ്കയിലാഴ്ത്തുന്നത്. മെയ് ആദ്യവാരമെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള സെമി ഫൈനൽ മത്സരമായാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്കും പി വി അൻവറിനും നിർണായകമാണ്. ഒരു മാസമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികളായില്ലെങ്കിലും അണിയറയിൽ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള വടംവലിയും തുടരുകയാണ്. പി വി അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കളം ഒരുങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുകയാണ് സിപിഎമ്മിന്റെ ആവശ്യമെങ്കിൽ കോൺഗ്രസിന് മണ്ഡലം തിരിച്ചുപിടിക്കുവാനും ബിജെപിക്ക് മണ്ഡലത്തിൽ കരുത്ത് കാണിക്കുവാനുമാണ് ഉപതെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുക. പി വി അൻവറിനാണെങ്കിൽ നിലമ്പൂരിലെ പിന്തുണ തെളിയിക്കണം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂരിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ്. LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം. സ്വരാജ്, മന്ത്രി GR അനിൽ, സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി. സുനീർ MP, ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ്, NCP വർക്കിംഗ് പ്രസിഡന്റ് PM സുരേഷ് ബാബു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AP അനിൽകുമാർ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ് MP, KM ഷാജി, കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്, മോൻസ് ജോസഫ് MLA തുടങ്ങിയവർ ഇടതു വലതു മുന്നണികൾക്കായി നിലമ്പൂരിലെത്തി തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നു കഴിഞ്ഞു. മുൻമന്ത്രി ആന്റണി രാജു MLA, KPCC പ്രസിഡന്റ് K. സുധാകരൻ, T. സിദ്ദീഖ് എന്നിവർ നാളെ നിലമ്പൂരിലെത്തും. ഇപ്പോഴും നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. മെയ് മാസം 15 മുൻപ് ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത മങ്ങും. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.